അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തിരി കുഞ്ഞിനൊരു വെൽഡിംഗ് മെഷീൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നുള്ളത്. അതായത് നമ്മളൊരു ടാബ്ലറ്റിനെക്കാട്ടും ചെറുത്. ഇതൊരു ഹുവായുടെ മീഡിയ പാഡ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ്. അതിനെക്കാട്ടും ചെറുത്. നമ്മളൊരു മൊബൈലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്മാർട്ട് ഫോണിനെക്കാട്ടും ഇത്തിരി മാത്രം വലുപ്പം. അത്രയും കുഞ്ഞൻ ഹാൻഡി ആയിട്ടുള്ള, നമുക്കൊരു സ്കൂട്ടിയുടെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ തോളിലിട്ടിട്ടോ ഈസി ആയിട്ട് തന്നെ ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള വളരെ കുഞ്ഞനായിട്ടുള്ള ഒരു വെൽഡിംഗ് മെഷീനെ പറ്റി ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഇത് ഇത്തിരി കുഞ്ഞനാണെങ്കിലും നമ്മുടെ ഈ വലിയ മെഷീനെ പോലെ തന്നെ പെർഫോമൻസ് വൈസ് നമുക്ക് എല്ലാ വെൽഡിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് കാസ്റ്റ് അയൺ ചെയ്യുക, സ്റ്റീൽ ചെയ്യുക, നമ്മുടെ സാധാരണ വെൽഡിംഗ് റോഡ് 3.15 mm അതായത് 10 kg വരെയുള്ള വെൽഡിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനും പറ്റും. നമ്മൾ ഈ കാണുമ്പോൾ കുഞ്ഞനാണെന്ന് വിചാരിക്കേണ്ട. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ ഇത് വാങ്ങേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡിസ്പ്ലേ ഇല്ലാത്ത ടൈപ്പാണ്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡിസ്പ്ലേ ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു ഭാഗം എത്ര സെറ്റ് ചെയ്യണമെന്നുള്ളത് ഓൾറെഡി ഏകദേശം ഓരോ വെൽഡിംഗ് റോഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് എത്ര സെറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ ഇത് ഡിസ്പ്ലേ ഉള്ളതിൻ്റെതാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനെക്കാട്ടി ഒരു 400 രൂപ കൂടുതൽ വരും. എന്നാലും നമുക്ക് ഈസിയാണ്. അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ വന്നിട്ടുള്ളത് 1 മീറ്റർ നീളമുള്ള ഒരു എർത്തിൻ്റെ കണക്ടറും അതിൻ്റെ ഹോൾഡറും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1.5 മീറ്റർ നീളത്തിലുള്ള വെൽഡിംഗ് ഹോൾഡറും അതിൻ്റെ കേബിളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോൾഡറിൻ്റെ കപ്പാസിറ്റി വെച്ച് നോക്കുന്നതാണെങ്കിൽ അത്യാവശ്യം നമ്മൾ കുറച്ചാലും ഉപയോഗിച്ചതാട്ടോ. ഇതിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വെൽഡിംഗ് ഹോൾഡർ വന്നിട്ടുള്ളത് 300 ആംപിയറിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും ഒരു അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്തതിനെല്ലാം കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾഡർ മാത്രം ഒന്ന് മാറ്റിയിട്ട് ഒരു 600 ആംസിൻ്റെയോ അല്ലെങ്കിൽ 1000 ആംസിൻ്റെയോ വാങ്ങി ഇടുകയാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എത്ര വലിയ വെൽഡിങ്ങിലും എത്ര ചൂടായാലും ഹോൾഡർ ഉരുകി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പെർഫോമൻസ് വൈസ് ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടുക കമ്പനി കൂടെ തന്നിട്ടുള്ള ഈ ഹോൾഡറും കേബിളും വെച്ച് വെൽഡ് ചെയ്യുന്ന സമയത്താണ്. പക്ഷെ അതേ സമയത്ത് നമുക്ക് ചില സമയത്ത് അത് മതിയാവില്ല. ചിലപ്പോൾ റൂഫിങ്ങിൻ്റെ വർക്കോ ഒക്കെ എടുക്കുന്നതാണെങ്കിൽ കുറച്ച് ഹൈറ്റിലുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു കേബിൾ മാറ്റിയിട്ട് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള പതിവ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് വണ്ണം കൂടിയ കമ്പി അടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ചില സമയത്ത് വോൾട്ടേജ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അതിനോട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഒരു 5 മീറ്റർ കേബിള് മെയിൽ ഫീമെയിൽ കണക്ടർ ഉള്ളത് വാങ്ങി. ഒരു എൻഡിൽ മെയിൽ കണക്ടർ, ഒരു എൻഡിൽ ഫീമെയിൽ കണക്ടർ. അപ്പോൾ നമുക്ക് ആ ഒരു മെയിൽ കണക്ടർ വെൽഡിങ്ങിൻ്റെ അതിലേക്കും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കണക്ടർ നമ്മുടെ ഈ ഹോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. ചെറിയ വർക്കുകൾ സ്റ്റാൻഡിങ്ങിൽ നിന്നിട്ട് ഉപയോഗിക്കുന്ന വർക്കുകളെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ചെറിയ കേബിൾ ഉപയോഗിച്ചിട്ട് തോളിലിട്ടിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് കറക്റ്റ് വോൾട്ടേജ് ആയിരിക്കും കേട്ടോ ലൈനിൽ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ 3.15 mm അഥവാ 10 kg നമുക്ക് വെൽഡ് ചെയ്യാൻ കഴിയില്ല. 12 kg സ്മൂത്തായിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഈ 5 മീറ്റർ ലെങ്ത്ത് ആഡ് ചെയ്തിട്ടും. അഥവാ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ കോഡിൻ്റെ നീളം വർദ്ധിപ്പിക്കുക, ഇത് തോളിലിടുക. തോളിലിട്ടതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. വലിയ വെയിറ്റ് ഒന്നുമില്ല. ഏത് ഭാഗത്തേക്കും ഇങ്ങനെ അനങ്ങുന്ന സമയത്തും വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. ഏകദേശം 1950 ഗ്രാം മാത്രമേ ഈ വെൽഡിംഗ് മെഷീൻ്റെ കംപ്ലീറ്റ് കോഡടക്കം വെയിറ്റ് വരുന്നുള്ളൂ. ഇതിൻ്റെ ഹോൾഡറും അതുപോലെ തന്നെ എർത്ത് റോഡും ഒക്കെ കൂട്ടുന്നതാണെങ്കിൽ തന്നെ 2500 താഴെ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ വെൽഡിങ്ങും നമ്മുടെ ഈ വലിയ മെഷീൻ്റെ വെൽഡിങ്ങും എത്രത്തോളം ഇതിന് നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്, എത്രത്തോളം ഒഴുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്ലസ് മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് മൈനസ് ഷീറ്റിൽ തന്നെ കട്ടിങ് ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്ലസ് കൊടുക്കുക. ഇതിൻ്റെ കേബിളൊക്കെ നമ്മുടെ സാധാരണ വെൽഡിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന കേബിളോ കണക്ടറോ യൂസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. കുറച്ച് ചെറുതായിട്ടാണ് ഇതിൻ്റെ കണക്ടറൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു കണക്ടർ എന്തായാലും വാങ്ങിക്കൊണ്ട് വരും. കേബിളുമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരേ കേബിൾ തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കേബിൾ തന്നെ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പ്ലസ് ഒന്ന് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവും കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു GI പൈപ്പ് എടുത്തിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് മാർക്കിങ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2, 3 നമ്മുടെ വലിയ ഈ 2 മെഷീൻ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് യെല്ലോ, മൂന്നാമത്തത് ഈ ഓറഞ്ച് വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. 1ാമത്തെ ലൈനിലുള്ളത് നമ്മുടെ ഈ ഒരു മെഷീൻ വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ. അപ്പോൾ എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൺ ചെയ്തിട്ട് അടിച്ചു നോക്കിയാൽ. ഇപ്പോൾ ഓൺ ചെയ്തു. നമ്മൾ ആദ്യം തന്നെ അടിക്കാൻ വേണ്ടി പോകുന്നത് 12 kg അഥവാ 2.5 mm വെൽഡിംഗ് റോഡാണ്. സ്മൂത്താട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല കറണ്ടിലാണ് അടിക്കുന്നത്. ഒന്ന് കുറച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കാം.
ഇപ്പോൾ ഏകദേശം ഒരു 70 ആ ഒരു ലെവലിൽ ഉണ്ടാവുക കറണ്ട്. നമുക്ക് ഡിസ്പ്ലേ ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് കണ്ടിന്യൂസ് വെൽഡിങ് ആട്ടോ, ഒരു എഡിറ്റിങ്ങും ഇല്ല, കണ്ടിന്യൂസ് ഒറ്റ സ്ട്രെച്ചിൽ എടുക്കുന്നതാണ്, നോ പ്രോബ്ലം. നമ്മൾ IGBT എല്ലാ മെഷീനും പോലെ തന്നെയാണ്. ആൻറ്റി സ്റ്റിക്കിംഗ് ഇല്ല. ഞാനിപ്പോൾ പുതിയ കാണിച്ചതിൽ ആൻറ്റി സ്റ്റിക്കിങ്ങും കൂടിയുണ്ട്. ഇതാണ് നമ്മൾ ചിപ്പിംഗ് ഹാമർ, പൊട്ടിപ്പോയി. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫ്ലെക്സ് തട്ടി മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. നല്ല സ്ട്രോങ്ങിൽ തന്നെ വെൽഡിങ് ആവുന്നുണ്ട്, നോ പ്രോബ്ലം. അപ്പോൾ നമ്മളിപ്പോൾ വെൽഡ് ചെയ്തത് ഇതാണ് 2.5 mm വെൽഡിങ് റോഡ് ഉപയോഗിച്ച്. ഇനിയിപ്പോൾ എടുക്കുന്നത് 3.15 mm, അതായത് 10 kg വെൽഡിങ് റോഡാണ്. ഇത് ഞാൻ കണ്ടിന്യൂസ് വെൽഡാണ് ചെയ്യുന്നത് കേട്ടോ. സ്പോട്ട് വെൽഡിംഗ് ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ ടാക്ക് ചെയ്ത് പിന്നെ ടാക്ക് ചെയ്ത് എടുത്തെടുത്ത് അടിക്കുന്നില്ലേ, അത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തെടുത്ത് അടിച്ചതാണ്, ടാക്കായിട്ട് അടിച്ചതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചതാണ്. അപ്പോൾ രണ്ടും 3.15 mm വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ അടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല സ്ട്രോങ് വെൽഡിങ് ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളെ വലിയ മെഷീൻ 2ഉം 3ഉം വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ഈ യെല്ലോ മെഷീൻ ഉപയോഗിക്കാൻ വേണ്ടി പോയത്. ഇതിന് നമ്മൾ 70 ആംപിയറാണ് ഈ 12 kg സെറ്റ് ചെയ്ത്. ഏകദേശം 70-71 ആംപിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1000 ആംപിയറിൻ്റെ വെൽഡിങ് ഹോൾഡറാണ്. നമ്മളിപ്പോൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോയത് 2. ഇത് നിങ്ങൾ ഈ സൗണ്ട് ശരിക്കൊന്ന് കേട്ടോ, അപ്പോൾ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് വെൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 70 ആവശ്യമില്ല, ഒരു 58-60 മതിയാവും. സ്മൂത്തായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം 10 മീറ്ററോളം വയർ നീളമുണ്ട്. നമ്മൾ സൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന പോലെ വെച്ചിട്ടുള്ള, ഞാനത് അയക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇത്രയും നീളം വന്നിട്ടും നല്ല അടിപൊളി സ്ട്രെങ്ത് ആയിട്ടുള്ള വെൽഡിങ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ 10 kg നമ്മൾ ഇതിലടിച്ചതിനെ ബാലൻസിങ് എടുക്കുന്നുണ്ട്. 1000 ആംപിയറിൻ്റെ വെൽഡിങ് ഹോൾഡർ നല്ല സ്പ്രിംഗ് ലോഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കറണ്ട് കിട്ടും. ഈ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഹോൾഡറും കരിഞ്ഞു പോവും. അതുപോലെ തന്നെ നമുക്ക് ശരിയായ ആംബർ കിട്ടാണ്ടിരിക്കുമ്പോൾ വെൽഡിങ്ങും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് കറണ്ടൊന്നും കൂടി കൊടുക്കുകയാണ്. ഒരു 100 അവറിൽ 96 വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3-ാം നമ്പറുകാരനെ ഓണാക്കിയിട്ടുണ്ട്. 72, 69, 70 ആ റേഞ്ചിലാണ് വെൽഡിങ് ആംബിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം വെൽഡ് ചെയ്യാൻ വേണ്ടി പോയത് 12 kg വെൽഡിങ് റോഡാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇത് കൈയെടുക്കാതെ അടിക്കാൻ പറ്റും, നല്ല സ്മൂത്ത് വെൽഡിങ് ആണ്. ഈ 3നെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ആ ഒരു ഓറഞ്ച് മെഷീൻ തന്നെയാണ് പെർഫോമൻസ് വൈസ് അടിപൊളിയായിട്ട് കിടക്കുന്നത്.
കാരണം നല്ല വെൽഡിങ്ങാണ്, നല്ല സ്മൂത്തായിട്ടുള്ള വെൽഡിങ് വരുന്നുണ്ട്. ഇതും വെൽഡിങ്ങിന് സ്ട്രോങ് കുറവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഏതളവിലാണ് നമ്മൾ അടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു പ്രശ്നമുള്ളൂ. നമുക്ക് ഡിസ്പ്ലേയിൽ ഇത്ര ആംബിയറിൻ്റെ ഒരു സെറ്റിംഗ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ അത്യാവശ്യം നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ട് ഓരോ റോഡിനും ഓരോ ആംബിയർ, ചിലപ്പോൾ ഓരോ സൈറ്റിലെത്തുന്ന സമയത്ത് വോൾട്ടേജിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് അടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി ഓറഞ്ചിൽ നമുക്ക് 10 gauge ഇട്ട് അടിച്ചു നോക്കാം. 10 gauge 3.15 mm വെൽഡിംഗ് റോഡ്. കറണ്ട് കുറച്ച് കൂട്ടി വെക്കണം. ഒരു 100ലേക്ക് കൊണ്ടുവെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വെൽഡിങ്. അപ്പോൾ ഈ രണ്ട് മെഷീനും 200 amps തന്നെയാണ് കേട്ടോ, യെല്ലോ അതെ ഓറഞ്ചോ അതെ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് 10 gauge കൊണ്ട് അടിച്ച ഓറഞ്ച് മെഷീൻ്റെ വെൽഡിങ്ങാണ്. അതുപോലെ തന്നെ 12 gauge കൊണ്ട് അടിച്ചത്. രണ്ടാമത് കാണിക്കുന്നുള്ളത് ആദ്യത്തേത് 10 gauge കൊണ്ട് അടിച്ച യെല്ലോ മെഷീൻ്റെത്. അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത് 12 gauge കൊണ്ട് അടിച്ചത്. ഇത് നമ്മുടെ കുഞ്ഞ് മെഷീനെ കൊണ്ട് അടിച്ചതാണ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വെൽഡിങ്ങിലും നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കേബിൾ ലെങ്ത്ത് കൂട്ടിയതിന് ശേഷം ഇത് സംഭവിക്കുന്നത് എന്താണെന്നുള്ളതും കൂടി കാണാം. വലിയ മെഷീൻ്റെയൊക്കെ കേബിളൊക്കെ അയച്ചു മാറ്റി ഈ കേബിൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോയാണ്. മെയിൽ ഫീമെയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ആ കണക്ടറിൻ്റെ എൻഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ വെൽഡിംഗ് മെഷീൻ്റെ ഈ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഇത് 6.5 മീറ്റർ നീളത്തിലുള്ള കേബിളായി. ഇനിയിപ്പോൾ ഒന്ന് വെൽഡ് ചെയ്ത് നോക്കിയാണ്. വെൽഡിംഗ് മെഷീൻ ഓൺ ചെയ്തു. നമ്മൾ ആദ്യം തന്നെ 12 gauge അടിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഒരു ഭാഗത്ത് തന്നെ അടിക്കാം. ഇതായിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതിൻ്റെ കണക്ടർ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. 6.5 മീറ്റർ നീളമുള്ള കേബിളാണ്. കണ്ടിന്യൂസ് വെൽഡിങ്ങാണ് ചെയ്യുന്നത്. ഒരു പ്രശ്നമില്ല, സ്മൂത്തായിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടിന്യൂസ് വെൽഡിങ്, എടുത്ത് വെൽഡ് ചെയ്യല്ല ചെയ്യുന്നത്. ഇനിയിപ്പോൾ 10 gauge വെച്ചിട്ട് അടിക്കാൻ വേണ്ടി പോയി. കറണ്ട് കുറച്ച് കൂട്ടി വെക്കുക. ഏകദേശം 100 ആ ലെവൽ വെച്ചിട്ടുണ്ട്. മിഡിൽ വെക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ ഡിസ്പ്ലേ 100 ആണെന്ന് ഉറപ്പൊന്നുമില്ല. ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു കറണ്ട് മിസ്സാകുന്ന പോലെ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, വെൽഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വോൾട്ടേജ് കറക്റ്റ് ആണെങ്കിൽ. അപ്പോൾ ഇതാണ് ഇപ്പോൾ 10 gauge വെച്ച് അടിച്ചത്. അപ്പോൾ കാണുന്നുണ്ടാവും, ഇത്രയും എക്സ്റ്റൻഷൻ ചെയ്തിട്ടും നല്ല സ്മൂത്ത് വെൽഡിങ് തന്നെ കിട്ടുന്നുണ്ട് 10 gauge വെച്ചിട്ടും. വോൾട്ടേജ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് കിട്ടൂ കേട്ടോ. വോൾട്ടേജ് കുറയുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്ര സ്മൂത്തായിട്ട് അടിക്കാൻ വേണ്ടി പറ്റില്ല. ചെറുതായിട്ട് മിസ്സിങ് വരും. വെൽഡിങ്ങിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്സിങ് വരുന്നൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആൾ കുഞ്ഞനാണെങ്കിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ വരുന്ന നോർമൽ 3-pin ടോപ്പിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുള്ളത്. പവർ പ്ലഗ് അല്ല. എന്നിട്ട് B6 MCB ആണ്, ട്രിപ്പായിട്ട് ഒന്നുമില്ല. ഞാൻ അത്യാവശ്യം നല്ല കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുന്ന സമയത്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അടിച്ചു നോക്കി. എന്നിട്ടും ട്രിപ്പായിട്ടൊന്നുമില്ല. ഓവർലോഡ് വരുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിക്കായി പോകുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് 60% മാത്രമേ എഫിഷ്യൻസി ഉള്ളൂ. അപ്പോൾ ഈ 60% എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 10 മിനിറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു 4 മിനിറ്റ് ഇതിന് റെസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ കയറിയിട്ട് അടിക്കുന്ന സമയത്ത് താഴെയുള്ള ആൾക്കാരോട് ചില സമയത്ത് ആംബിയർ കുറച്ച് കൂട്ട് കറണ്ട് കുറവാന്നൊക്കെ വിളിച്ച് പറയേണ്ടി വരും. ആ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിത് തോളിലിട്ടിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്കിത് കുറക്കാനും പറ്റും, വോൾട്ടേജിനനുസരിച്ചിട്ട് ഇത് കൂട്ടി കൊടുക്കാനും പറ്റും. ചില സമയത്ത് നമ്മൾ ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പൈപ്പിലെല്ലാം അടിക്കുമ്പോൾ ഉരുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് കുറച്ചിട്ടും പിന്നെ വേണമെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് കറണ്ട് കൂട്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ബ്രാൻഡല്ല കേട്ടോ, ഐബെല്ലിൻ്റെ ഉള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ ഇല്ലാത്തത് കൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വെൽഡിംഗ് മെഷീനെ പറ്റി കാണിക്കാനുള്ളത്. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ യൂസോ കാണിക്കാൻ വേണ്ടി പോകുന്നത് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ എനാബിൾ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഇട്ട് സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.